ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അക്ഷയ. അപ്പം ഞാനൊരു 4-5 വർഷമായിട്ട് നാഷണൽ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറച്ച് വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ഈ ഒരു ഫീൽഡിനെ പറ്റി കുറേ ഡൗട്ട്സൊക്കെ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ DMLT ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് +2 കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സിങ്ങിനായിരുന്നു ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുറച്ച് റാഗിങ്ങും ഇഷ്യൂസൊക്കെ ആയിട്ട് അത് ഞാൻ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടാണ് DMLT കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് അവിടെ ചെന്നിട്ടാണ് അവിടെ ചേർന്നത്. ഒരു ലാബ് ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാം. അതാണ് കേട്ടോ വരുന്നത്. ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് തന്നെ രണ്ടായിട്ടുണ്ട്. അതായത് DMLT ഉണ്ട്, BSc MLT ഉണ്ട്. ഈ BSc ചെയ്തവരാണ് പിന്നെ MSc എടുക്കുക കേട്ടോ. അപ്പം DMLT ആണെങ്കിൽ അത് 2.5 years ആണ് DMLT വരുന്നത്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ അതായത് 2 വർഷം നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ½ year അതിൻ്റെ പ്രാക്ടിക്കലായിട്ടാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ BSc ആണെങ്കിൽ 4 years ആണ്. പിന്നെ പറയുകയാണെങ്കിൽ BSc MLTയിൽ കുറച്ചുകൂടെ തിയറി വൈസ് കുറച്ച് കൂടുതലായിരിക്കും. DMLTയിലാവുമ്പം തിയറി കുറവായിട്ട് പ്രാക്ടിക്കലായിരിക്കും അവർക്ക് കൂടുതൽ അറിയാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും, അതായത് ലാബ് ടെക്നീഷ്യൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, നേഴ്സിങ്ങോ അല്ലെങ്കിൽ പാരാമെഡിക്കലിൽ വരുന്ന മറ്റേത് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് DME അപ്രൂവ്ഡ് ആണോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. പല സ്ഥലങ്ങളിലും DME അപ്രൂവ്ഡ് അല്ലാത്ത കുറേ കോഴ്സുകൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള കോഴ്സാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഇങ്ങനെ DME അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ നമുക്ക് ഈ കൗൺസിലിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ കോഴ്സിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ LBS ത്രൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് +1 +2ലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നോ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ത്രൂ ആണ് നമുക്ക് LBS നിന്ന് വിളിക്കുക. നമ്മൾ +1 +2ൽ സയൻസ് സബ്ജക്റ്റ് എന്തായാലും എടുത്തിരിക്കണം. അതിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിലെ മാർക്കും പിന്നെ മെറിറ്റിൻ്റെയും ബേസിലാണ് LBS റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. കേരളത്തിലെ 3 മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മെറിറ്റ് സീറ്റിലേക്കും നമുക്ക് ഒരുമിച്ച് LBSലൂടെ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 10th കഴിഞ്ഞപ്പം നമുക്ക് വേണ്ട സ്കൂളുകളും കോഴ്സുകളൊക്കെ നമ്മൾ ആദ്യം കൊടുത്തില്ല ഫസ്റ്റ് ഓപ്ഷനായിട്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിലും ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് വേണ്ട കോഴ്സുകളും കോളേജുകളും ആദ്യം തന്നെ കൊടുക്കും. നമ്മൾ +2ലെ റിസൾട്ട് വന്നിട്ടാണ് LBS കോഴ്സുകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുക. അപ്പം ആദ്യം തന്നെ അവർ ഡിഗ്രി കോഴ്സിനുള്ളതായിരിക്കും ക്ഷണിക്കുക. അതിനുശേഷം 1 മാസത്തിനൊക്കെ ശേഷമാണ് ഡിപ്ലോമയ്ക്കുള്ളത് ഉണ്ടാവുക. 2 സെപ്പറേറ്റ് ആയിട്ടാണ്. നിങ്ങൾ ഡിഗ്രി കോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ആദ്യം തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കുക. ന്യൂസ് പേപ്പേഴ്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും LBS സെൻറ്റേഴ്സ് ഉണ്ടാവും. അപ്പം എപ്പോഴും അതുമായിട്ടൊരു കോൺടാക്റ്റിലിരിക്കുക. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ജില്ലേൻ്റെയും കോൺടാക്ട് നമ്പേഴ്സ് കിട്ടും. അപ്പം അതുമായിട്ട് +2ലെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എപ്പോഴും ഒരു കോൺടാക്റ്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അപേക്ഷ ക്ഷണിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും എപ്പോഴാണെന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളെ കയ്യിൽ ഒരു ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെപ്പോഴും ഒരു വാല്യൂ ഉണ്ടാവും അതിന്. അതുപോലെ തന്നെ നമ്മൾ സാലറി വൈസ് നോക്കുകയാണെങ്കിലും ഓപ്പർച്യൂണിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് തന്നെയാണ് നല്ലത്. അതായത് ഡിപ്ലോമ പഠിച്ച ഒരാളെക്കാളും സാലറി എപ്പോഴും BScക്കാർക്ക് തന്നെയായിരിക്കും കൂടുതൽ. സോ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം BSc കോഴ്സുകൾ എടുക്കാൻ ശ്രമിക്കുക. LBSൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുകയാണെങ്കിൽ അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു.